ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിലെ സീസൺ 2 ഒരു വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പവിത്രം 2ൻ്റെ ടൈമിങ് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. അത് എപ്പോഴാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ തമിഴിലെ പോലെയല്ല, മലയാളത്തിൽ ഏറെക്കുറെ നല്ല വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. തമിഴിലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞായി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്ന വേദിയാണെങ്കിൽ ആരെയും കുഞ്ഞുള്ള കാര്യം അറിയിക്കത്തൊന്നുമില്ലല്ലോ. മലയാളത്തിൽ അങ്ങനെയല്ല, കുഞ്ഞൊക്കെ ആയിക്കേണ്ട നല്ലൊരു പൊസിഷനിലെത്തിയതിനു ശേഷം വേദ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴേക്കും ആദ്യം പോണത് നമ്മുടെ കമലേനെയും മാഷിനെയും കാണാൻ വേണ്ടി തന്നെയാട്ടോ. അതായത് വിക്രം പുറത്തേക്ക് ഇറങ്ങുന്നത് 6 വർഷം കഴിഞ്ഞിട്ടാണ്. വേദയും ആ സമയത്ത് തന്നെയാണ് തൻ്റെ കുഞ്ഞിനായിട്ട് നാട്ടിലേക്ക് വരുന്നത്. കുഞ്ഞിന് ആ സമയത്ത് ഏകദേശം ഒരു 6 വയസ്സാവാനായിട്ടോ. തൻ്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വേദ ആദ്യമായിട്ട് നമ്മുടെ തറവാട്ടിലേക്ക് വരുമ്പോഴേക്കും കമലയും മാഷുക്ക ആകെ ഷോക്കായി പോവുകയാണ്. ഇവരെ കാണുമ്പോഴേക്കും ഞെട്ടിപ്പോണം. കാരണം വേദ ഒരു കുഞ്ഞായിട്ട്, അത് വേദ ഗർഭിണിയാണെന്ന് ഒന്നും ഇവർക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ കുഞ്ഞിനെ കാണുമ്പോഴേക്കും നമ്മുടെ കമലയ്ക്കും മാഷിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമൊക്കെ വരുന്നു കേട്ടോ. വേദ മോൾ എത്ര നാളെ എവിടെയായിരുന്നു എന്ന് വെച്ചൊരു കമല പൊട്ടിക്കരയാണ്. നമ്മുടെ ശ്രീജയെടുത്തി നന്ദിനിയെടുത്തി ഒക്കെ വരുന്നുണ്ട്. വേദ നീ ഇത്ര നാൾ എവിടെയായിരുന്നു? നിന്നെക്കുറിച്ച് ഒരു അറിവുണ്ടായില്ലോ. നിന്റെ അച്ഛനോട് നിന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് പോലും ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ആർക്കും ഒന്നും അറിയില്ല, ഞാൻ ആരെയും ഒന്നും അറിയിച്ചതുമില്ല എന്ന് പറയാണ്. വിക്രം ജയിലിലേക്ക് പോയ ഷോക്കിൽ ഇവിടെ നിന്ന് എവിടെ പോകണമെന്ന് അറിയാതെ ഞാൻ നാട് വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്യണമെന്നോ എവിടെ എത്തണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ വിചാരിച്ചു പഠിക്കാന്ന്. അങ്ങനെ പഠിച്ച് ഞാൻ ഇപ്പോൾ ഇവിടുത്തെ കമ്മീഷണറായിട്ട് ജോയിൻ ചെയ്തിരിക്കുക എന്ന് പറയാണ്. ഇവിടുത്തെ കമ്മീഷണറായിട്ടോ എന്ന് പറയുമ്പോഴേക്കും, സോറി കമ്മീഷണറല്ല, കളക്ടറായിട്ടോ. തമിഴിൽ കളക്ടറായിട്ടാണ് ജോയിൻ ചെയ്യണത്. അപ്പോൾ ഇതിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ കളക്ടറായിട്ട് ജോയിൻ ചെയ്തിരിക്കുക, അതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ നീ അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് വരില്ലായിരുന്നു അല്ലേ മോളെ എന്ന് മാഷ് ചോദിക്കുമ്പോൾ, അച്ഛാ അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കാണുമ്പോഴേക്കും കമല ചോദിക്കണ്ട്, അല്ല മോളെ ഇതേതാ ഈ കുഞ്ഞ്? നിന്റെ വിക്രത്തിന് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഈ പ്രായമായേനെ. അല്ല ഇത് ആരുടെ കുഞ്ഞാ? ഓ ശ്രീകാന്തിന്റെ കുഞ്ഞായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാഷ് പറയുന്നുണ്ട്, ശ്രീകാന്തിന്റെ വർഷയുടെ കുഞ്ഞാണോ ഇത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആ കുഞ്ഞിനോട് വേദ പറയണ്ട്, മോളെ ഞാൻ പറഞ്ഞിട്ടില്ലേ മോൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെന്നതേ ഇവരാ അത് എന്ന് പറയുമ്പോഴേക്കും കമലയും മാഷും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. അവർക്കൊന്നും മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ. മോളെ നീ എന്താ പറയണത്, മുത്തശ്ശനും മുത്തശ്ശിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ ഇത് എൻ്റെ വിക്രത്തിന്റെ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ നന്ദിനി പൊട്ടിച്ചിരിക്കുകയാണ്. കൊള്ളാലോ, കുഞ്ഞോ? ഇവിടുന്ന് പോയ സമയത്ത് നിനക്ക് കുഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, 3 മാസം പ്രഗ്നന്റ് ആയിരുന്നു ഇവിടുന്ന് പോയ സമയത്ത്. അത് പിന്നീട് ആരെ അറിയിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ വിക്രത്തിന്റെ മോളാണ് എന്ന് പറയണം. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മാഷി വേഗം ആ കുഞ്ഞിനെ വാരിയെടുക്കാട്ടോ. എനിക്ക് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ തോന്നിയായിരുന്നു എന്തോ ഒരു ആത്മബന്ധം ഉള്ള പോലെ. എന്നിട്ട് എന്താ മോളെ നീ ഇത്ര നാളായിട്ട് ഇവിടെ വരാതിരുന്നത്? നിനക്ക് ഇങ്ങോട്ട് വന്നൂടായിരുന്നോ? അച്ഛാ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പകരം വീട്ടാൻ പക വീട്ടാൻ അതിന് എനിക്ക് സാധാരണയായിട്ട് വക്കീലായിട്ട് നിന്നാൽ പറ്റില്ല. എൻ്റെ വിക്രത്തിനെ ഈ അവസ്ഥയിലാക്കിയവരെ, എന്നെ മോളെ അനാഥരെ പോലെ ആക്കിയവരെ, എല്ലാത്തിനും കാരണക്കാരാക്കിയവരെ നല്ല രീതിയിൽ പണി കൊടുക്കാൻ വേണ്ടി ഒരു വക്കീലായ എനിക്ക് പറ്റില്ലായിരുന്നു. അതിനേക്കാളും ഉയർന്ന പൊസിഷനിൽ എനിക്ക് എത്തണമായിരുന്നു. അതിന് പഠിപ്പ് വേണമായിരുന്നു. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് നേരെ ബോംബെയിലേക്ക് പോയത്. അവിടെ എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുടെ സഹായത്തോടെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തതും കുഞ്ഞിനെ പ്രസവിച്ചതും. അതുപോലെ തന്നെ ഞങ്ങളെ നോക്കാൻ ഒരു ആയ ഉണ്ടായിരുന്നു. ആയയുടെ സഹായത്തോടെയാണ് പിന്നീട് ഞാൻ കോളേജിൽ പോയതും പഠിച്ചതും എല്ലാം, എക്സാം എഴുതിയതും ടെസ്റ്റ് എഴുതിയതും എല്ലാം. പിന്നെ വിക്രത്തിന്റെ മോളായത് കൊണ്ട് തന്നെ പഠിക്കണ കാര്യത്തിൽ ഇവളും ഒട്ടും പുറകോട്ടല്ല കേട്ടോ. ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ ഇവൾ എന്നെ സഹായിക്കും. അമ്മ പഠിച്ചോ, എല്ലാം ഞാൻ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കും എന്നൊക്കെ പറയണം. അപ്പൊ ശ്രീജ പറയുന്നുണ്ട്, കുഞ്ഞിനെ വിക്രത്തെ എടുത്തു വെച്ച പോലെ തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുക്കാട്ടോ. അപ്പൊ എല്ലാവർക്കും കുഞ്ഞിനെ ഭയങ്കര സ്നേഹമൊക്കെ ആവാണ്. അങ്ങനെ വിക്രവും പുറത്തിറങ്ങുന്ന സമയത്താവുമ്പോഴേക്കും വേദയും കുഞ്ഞും കൂടി നമ്മുടെ തറവാട്ടിലേക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ സീസൺ 2 കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പക്ഷെ അതിനു മുമ്പ് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. വേദ പ്രസവിക്കണമല്ലോ, പിന്നെ പഠിച്ച ആ ഒരു നിലയിൽ എത്തണം. പിന്നെ വിക്രം ആണെന്നുണ്ടെങ്കിൽ ജയിലിലും ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ പുതിയ കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ആ ഭാഗമൊക്കെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഭാഗം കാണിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.